So hello guys, welcome back to the Marvel Tech. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഡിവൈസിൽ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഓൺ UI 4.1 ഇറങ്ങിയപ്പോൾ ഒരുപാടധികം ഫീച്ചേഴ്സുമായിട്ടാണ് സാംസങ് ഓൺ UI 4.1 നമ്മുടെ മുമ്പിൽ ലോഞ്ച് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ ഒരുപാടധികം കസ്റ്റമൈസ് രീതികളുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നോക്കാം. ഇന്നത്തെ വീഡിയോ കൂടെ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പറഞ്ഞിരുന്നത് സാംസങ്ങിൻ്റെ കസ്റ്റമൈസ് തന്നെയാണ്. അപ്പോൾ നോർമലി ഞാൻ സാംസങ്ങിൻ്റെ ഏത് ഫോണിലാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് വെച്ചാൽ S20 FE 5G സീരീസിലാണ് ഇന്ന് കസ്റ്റമൈസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഞാൻ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സാംസങ്ങിൻ്റെ തന്നെ M52 5Gക്കകത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഗുഡ് ലുക്കിനകത്ത് ഞാൻ യൂസ് ചെയ്തപ്പോൾ യൂണിറ്റിക്കകത്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ടൂൾസ് ഒന്നുമില്ലായിരുന്നു. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് മാത്രം ആകെ രണ്ട് ടൂൾസ് മാത്രമുള്ളായിരുന്നു കസ്റ്റമൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ S സീരീസിനകത്ത് ജസ്റ്റ് ഗുഡ് ലുക്ക് നോക്കിയപ്പോൾ S സീരീസിനകത്ത് എല്ലാ ടൂൾസും അവൈലബിൾ ആണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ S സീരീസ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഗുഡ് ലുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഗുഡ് ലുക്കിന് ഇതാണ് ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതിൻ്റെ റെക്കോർഡ്. അപ്പോൾ ഗുഡ് ലുക്കിനകത്ത് ഞാൻ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂണിറ്റിക്കകത്തെ സെക്ഷനാണ്. യൂണിറ്റിക്കകത്ത് കുറേ ടൂൾസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ. ഞാൻ ഇവിടെ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഹോം ആപ്പ് എന്ന് പറഞ്ഞ ഈ ടൂൾസ്. ഇതിന് ശേഷം ലോക്ക് സ്റ്റാർ, ക്വിക്ക് സ്റ്റാർ, ക്ലോക്ക് ഫേസ്, ഇങ്ങനെ കുറേ ടൂൾസ് താഴെ കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് ഹോം ആപ്പ് എന്ന് പറഞ്ഞ ടൂൾസ്. അപ്പോൾ ഹോം ആപ്പിനകത്ത് നമുക്ക് ഹോം സ്ക്രീൻ, ഫോൾഡർ, ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറേജ്, ഷെയർ ആൻഡ് മാനേജർ, ടാസ്ക് ചേഞ്ചർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടാസ്ക് ചേഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എന്താണെന്ന് അറിയൂ. നമ്മുടെ റീസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ കണ്ടിട്ടുണ്ടോ ഓരോ ഇതിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് ചേഞ്ചർ നമ്മൾ ഓപ്ഷൻ ചെയ്യുകയാണ്. ഇവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ നോർമലി നമുക്ക് കിട്ടുന്ന ആ ഒരു ടാസ്ക് മാനേജറാണ് ഈ കാണുന്നത്. അതായത് റീസെൻറ്റ് ലുക്കിൽ തോലാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഗ്രിഡ് ആക്കാം. ഗ്രിഡ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിടുകയാണ്. അത് ഇങ്ങോട്ട് നിൽക്കുമ്പോഴേ നമുക്ക് കാണത്തുള്ളൂ. അതുപോലെ സ്റ്റോക്ക് ആക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം യൂസ് ചെയ്യാനും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് സ്റ്റോക്കാണ്. കാരണം നമ്മുടെ ഐഫോൺ റീസെൻ്റ് ചെയ്തില്ലേ അതേപോലെ ഇരിക്കുന്ന സ്റ്റോക്ക്. ഇനി നമുക്ക് വെർട്ടിക്കൽ ലിസ്റ്റ് ആക്കാം. വെർട്ടിക്കൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിക്ക് താഴോട്ട് വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാം. അതുപോലെ സ്മാൾ ലിസ്റ്റ് ആക്കാം. സ്മാൾ ലിസ്റ്റ് ആക്കാമെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. ചിലവർക്ക് ഇതായിരിക്കും ഇഷ്ടം, പക്ഷേ എനിക്കിത് അത്ര യൂസ് ആയിട്ട് തോന്നുന്നില്ല. കാര്യം എനിക്ക് കൺഫ്യൂഷൻ വരും. നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ എനിക്കിപ്പോഴും സ്റ്റോക്കാണ് ഇഷ്ടം. സ്റ്റോക്ക് ഇച്ചിരി ബെറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ മിനി മോഡാക്കാം. മിനി മോഡാക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഏകദേശം മിനി മോഡായിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് എടുക്കണം. അപ്പോൾ ഒരു ലുക്ക്, പ്രൊഫഷണൽ ലുക്കും പോവും, വലിയൊരു യൂസും കാണത്തില്ല. അപ്പോൾ നമുക്കിവിടെ സ്റ്റോക്ക് മോഡാക്കി ഇടുവാണെങ്കിൽ ഇച്ചിരി അത്യാവശ്യം ലുക്കാണ്. ഇനി നിങ്ങൾക്ക് റീസെൻ്റ് എടുക്കുമ്പോൾ താഴെ ആപ്പ് റെക്കമെൻഡേഷൻ കാണില്ല. കാര്യം അത് നമുക്ക് ഓഫ് ചെയ്തിരുന്നില്ല. നമുക്ക് റെക്കമെൻഡേഷൻ ഓൺ ചെയ്താൽ താഴെ അത് റെക്കമെൻഡേഷനായിട്ട് വരും. റെക്കമെൻഡേഷൻ സെർച്ച് ബാർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മേലെ സെർച്ച് ബാർ വരും. അത് രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്കിവിടെ വേണ്ട. ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം. എക്സ്പ്രസ് അതിൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്കത് ഓഫ് ചെയ്തിടാം. പക്ഷേ അത് ഉള്ളതുകൊണ്ടുള്ള യൂസ് എന്ന് വെച്ചാൽ ആപ്പ് റെക്കമെൻഡേഷനും താഴെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് റീസെൻ്റ് വന്നിട്ട് വേറെ ആപ്ലിക്കേഷനോട് പോകണമെങ്കിൽ താഴത്തെ ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കയറിക്കാം. അതല്ല റീസെൻ്റ് വന്നിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആപ്പ് ലേബിൾ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ആപ്പ് ലേബിൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺസ് മാത്രമേ കാണിക്കത്തുള്ളൂ, ലേബിൾ കാണിക്കില്ല. നമുക്ക് ലേബിൾ ഓൺ ചെയ്യാം. ലേബിൾ വേണമെങ്കിൽ ഇടാം. അതുപോലെ കുറച്ച് കാര്യങ്ങൾ താഴ്ത്തുണ്ട്. ഇനി നമുക്കിവിടെ ഹോം സ്ക്രീനിൽ എന്തൊക്കെയാണ് നോക്കാം. ഹോം സ്ക്രീനിൽ നമുക്ക് ഹോം സ്ക്രീൻ ഗ്രിഡ്, ആപ്പ് സ്ക്രീൻ ഗ്രിഡ്, ഇങ്ങനെ ഓരോ ഫിക്സഡ് കൗണ്ട്, അങ്ങനെ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൂപ്പ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൺട്രോൾ, ബാക്ക്ഗ്രൗണ്ട് കളർ കൺട്രോൾ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ചെയ്യാം. ഹോം ആപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ ഡീറ്റെയിലായിട്ടുള്ളൊരു ഇച്ചിരി പരിചയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹോം ആപ്പിനകത്ത്. പക്ഷെ അത് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. കാര്യം ഇന്നത്തെ വീഡിയോക്കകത്ത് വേറെ കുറച്ച് ആപ്ലിക്കേഷൻ കൊണ്ട് എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. കാര്യം കസ്റ്റമൈസിൻ്റെ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇനിയും വരുന്ന ഏതൊരു വീഡിയോക്കത് ഹോം ആപ്പിൻ്റെ പുതിയ അപ്ഡേഷനിൽ എന്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ഫാമിലി നോക്കാം. ഫാമിലിയിൽ കീ കേഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കീ കേഫ് നമുക്ക് ഓപ്പൺ ചെയ്യാം. കീ കേഫിനകത്ത് സിമ്പിളായിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ കീബോർഡിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കീ കേഫ്. ഇവിടെ കുറച്ചധികം ടൂൾസ് നിങ്ങൾക്ക് കാണാം. കാരണം കുറേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ല ഡിഫറെൻറ്റ് രീതിയിൽ കിടക്കുന്ന
ടൂൾസ് നമുക്കിവിടെ കാണാം. അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എഫക്ട്സ് യൂസ് ചെയ്യാം. എഫക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കീബോർഡ് ജസ്റ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ ഇതേപോലെ വരും. നോർമലി നമ്മളിരിക്കുന്ന കീബോർഡ് കാണാം, നോർമലി ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ പോലും ഈ ഒരു ആനിമേഷൻ കാര്യങ്ങൾ പോലും. അത് ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓൺ ചെയ്ത് കൊടുത്താൽ സാംസങ്ങിൻ്റെ കീബോർഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് ഏത് ഡിസൈൻ വേണം, ഏത് രീതിയിൽ വേണം, അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അത് ഏത് രീതിയിൽ വേണം, ഏത് ആനിമേഷൻ ലുക്ക് വേണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അത് 3 മോഡലുണ്ട്: കീ മോഷൻ എഫക്റ്റ്, കീ കളർ എഫക്റ്റ്, അതുപോലെ കീബോർഡ് കളർ എഫക്റ്റ്. കീബോർഡിൻ്റെ കളർ എഫക്റ്റാണ് മേളത്തെ, ഇത് കീ കളർ എഫക്റ്റ് ആണ്, നമ്മുടെ കീക്കകത്ത് വരുന്ന കളർ എഫക്റ്റ് ആണ്. കാര്യം ഇവിടെ തന്നെ മാറുമ്പോൾ കാണാൻ മേളിൽ എൻ്റെ കീയുടെ കളർ എഫക്റ്റ് ഇങ്ങനെ മാറുന്നത് കാണിക്കും. ഇനി അടുത്ത താഴെ കിടക്കുന്ന കീ മോഷനാണ്. ഏത് രീതിയിൽ കീ മോഷൻ വേണം, നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഏത് എഫക്റ്റ് ആണ്, ഇത് മുകളിലോട്ട് ഇത് ചെയ്യണോ അതോ ഇച്ചിരി സൂം ചെയ്യുമ്പം ഇതാണോ, അങ്ങനത്തെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ മോഷൻസ് വേണമെങ്കിൽ നമുക്കിവിടെ എനേബിൾ ചെയ്യാൻ പറ്റും. സൗണ്ടും അതേപോലെ കിടപ്പുണ്ട്, നമുക്കത് സൗണ്ടും അവിടെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ വരുന്നത് റീപ്ലേസ്മെൻറ്റ്. നമ്മുടെ സെൻസിറ്റിവിറ്റി റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോ റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻസിറ്റിവിറ്റി എന്നുവെച്ചാൽ അത് നമ്മുടെ ടൈപ്പിങ്ങിലൊക്കെ ഇച്ചിരി കൂടെ നല്ലൊരു ഇതായിരിക്കും. നമ്മുടെ സെൻസിറ്റിവിറ്റി എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് തീം പാക്ക് കൂടെ നോക്കാം. തീം പാക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. തീം പാക്കിനകത്ത് ഒന്നും തന്നെ ഇല്ല. എനിക്ക് പൊതുവേ തീം പാക്ക് വലിയ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. ഇവിടെ നോർമലി നമുക്ക് ഇങ്ങനെ തീംസ് സെലക്ട് ചെയ്യുമ്പം ഇങ്ങനെ ഓപ്ഷൻസ് വരും. പക്ഷേ ഇതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വൈബ്രേറ്റ് ചെയ്യുന്നത് അതിനൊന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു കളർ സെലക്ട് ചെയ്ത് അതിൽ നമുക്ക് കളറാക്കി ആ ഒരു രീതിയിൽ അവിടെ കളർ ചേഞ്ച് വരുത്തി കൊടുക്കാം എന്ന് മാത്രമേ തന്നെ ഉള്ളൂ. അതുപോലെ ബ്ലർ ലെവൽ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആക്കുമ്പോൾ നമുക്ക് ഏത് ഇത്ര വേണം ബ്ലർ വേണ്ട, നോർമലി ഇങ്ങനെ കാണാം, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വേണേൽ അഡ്ജസ്റ്റ് ആക്കിയിടാം. ആ ഒരു രീതിയിലുള്ള കസ്റ്റമൈസ് എനിക്ക് അവിടെ തോന്നിയുള്ളൂ. അതിപ്പോൾ ക്വിക്ക് പാനലായാലും ഐക്കൺസ് ആയാലും വോളിയം പാനലായാലും. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് വൺ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷനാണ് സൗണ്ട് അസിസ്റ്റൻറ്റ്. സോ സൗണ്ട് അസിസ്റ്റൻറ്റ് എനിക്ക് ഇച്ചിരി നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കസ്റ്റമൈസ് ചെയ്യുന്നതിന് നല്ലൊരു എഫക്റ്റീവ് തന്നിട്ടുണ്ട് സൗണ്ട് അസിസ്റ്റൻറ്റ്. നോർമലി നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത്രയധികം വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് സാംസങ് ഡിവൈസിലുണ്ട്. ഇവിടെ നിങ്ങൾ പെർസെൻറ്റേജ് കണ്ടോ, ഈ ഒരു വോളിയം ലെവലിൻ്റെ അല്ലാതെ തന്നെ ഒരു പെർസെൻറ്റേജും മേളിൽ കാണിക്കുന്നുണ്ട്. 77, 86, 89 ഇങ്ങനൊരു പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓൺ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്, വോളിയം കൺട്രോൾ ലെവൽ ഓൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ അത് ഓഫായി. കൺട്രോൾ മീഡിയ വോളിയം പറഞ്ഞിട്ട്. ഇനി കസ്റ്റമൈസ് വോളിയം പാനൽ. നമുക്ക് വോളിയം പാനലിനെയും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഫ്ലോട്ടിംഗ് ബട്ടൺ കൊണ്ടുവരാൻ പറ്റും. ഫ്ലോട്ടിംഗ് ബട്ടൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വോളിയം ബട്ടണിൽ പോലും പ്രസ് ചെയ്ത് ഫ്ലോട്ടിംഗ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഏത് വോളിയം വേണം, എത്ര വോളിയം വേണം, ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സൈൻകോ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലും നമുക്ക് ഫ്ലോട്ടിംഗ് ബട്ടണിൽ പല രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി എക്സ്പാൻഡ് പാനലാണ്. എക്സ്പാൻഡ് പാനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനകത്ത് ഏതൊക്കെ വേണം, അതിനകത്ത് എന്തൊക്കെ വേണ്ട, അതിനകത്ത് ഏതൊക്കെ കാണിക്കേണ്ട, ഇത്രയും മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ഇത്രയും മാത്രം മതിയെങ്കിൽ അത് ചെയ്യാം. അല്ല അത് വേണം, ഇത് വേണമെങ്കിൽ ആപ്പ് വോളിയം വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ഓൺ ചെയ്തിടാം. ബ്ലൂടൂത്ത് മീറ്റർ വേണമെങ്കിൽ ഓൺ ചെയ്യാം. നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുമെങ്കിൽ അതിൻ്റെ വോളിയം കൂടെ കൺട്രോൾ ചെയ്തെങ്കിൽ അത് എത്ര ലെവലിൽ വരെ വെക്കണം എന്നൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിവിടെ മേക്ക് യുവർ ഓൺ ഐറ്റ് വോളിയം പാനൽ കളർ. നമുക്ക് വോളിയം പാനലിനാണ് കളർ കൊടുക്കും. ഞാൻ നോർമലി ഇവിടെ കളറൊന്നും സെലക്ട് ചെയ്തില്ല. കാര്യം ഇച്ചിരി കൂടെ നല്ല എനിക്ക് തോന്നിയത് നോർമലി ഈ ഒരു സ്റ്റാൻഡേർഡ് വോളിയം പാനൽ ലുക്കാണ് എനിക്ക് തോന്നുന്നത്. ഈ പാനലിനകത്ത് ഒരു കിടിലം ഫീച്ചറുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇക്യു ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പം ഓപ്പൺ ചെയ്യാൻ പറ്റും. അതൊരു നല്ല കിടിലം ഫീച്ചറാണ്. കാര്യം സാംസങ്ങിൻ്റെ ഒക്കെ ഓൺ വി 4.1 ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ഇത് മാത്രമല്ല, നമ്മുടെ ഗാലറിയിലും കുറേയധികം ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നോട്ട് പാനൽ, സാംസങ് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിനകത്തും കുറേയധികം ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. ഇനി വേണമെങ്കിൽ സാംസങ്ങിൻ്റെ S സീരീസ് നമുക്കൊരു മിനി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനെ ഒരു കമ്പ്യൂട്ടറായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ വോളിയം എടുക്കുമ്പോൾ ഇത് നോർമലി റെഡ്മി മൊബൈലിൽ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറായിരിക്കും. നമ്മൾ യൂട്യൂബിൻ്റെ സൗണ്ട് ഓൺ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ യൂട്യൂബിനകത്തൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൺട്രോൾ നമുക്ക് യൂട്യൂബിനകത്തെ കൺട്രോളും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ യൂട്യൂബിൻ്റെ വോളിയം കൂടെ കുറയ്ക്കാൻ പറ്റും. ഇത് യൂട്യൂബിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കത്തില്ല. അത് വേണമെങ്കിൽ നമുക്കിവിടെ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. അത് നോർമലി റെഡ്മിയുടെ ഡിവൈസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഓക്കെ, അതേ രീതിയിൽ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുറേ അധികം കസ്റ്റമൈസ് ഓപ്ഷൻസ് പൊതുവേ സാംസങ് OnUI 4.1 വന്നിട്ടുണ്ട്. ഇനി അടുത്ത വരാൻ പോകുന്നത് OnUI 5.0 ആണ്. 5.0 അപ്പോൾ അതിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സ് അവർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നത്. OnUI 5.0 ആൻഡ്രോയിഡ് 13 അപ്ഡേഷനോടെയാണ് OnUI 5.0 നമ്മുടെ മൊബൈലിലൊക്കെ സാംസങ്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നത്, അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.